ഹലോ, ടേസ്റ്റ് ഓഫ് യുവർ ചോയ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ്. അപ്പം ബർത്ത്ഡേക്കൊക്കെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുന്ന സമയത്ത് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇത് ഐസിങ് ഒന്നും ഞാൻ ചെയ്യുന്നതായിട്ട് ഈ വീഡിയോ കാണിക്കുന്നില്ല. കേക്ക് മാത്രം നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ട ബട്ടർ മിൽക്ക് നമുക്കൊന്ന് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള പാലായിരിക്കണം, അതായത് തണുത്ത പാലെടുക്കരുത്. ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുന്ന പാലാണെങ്കിൽ നേരത്തെ തന്നെ വെളിയിലെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. ഓവറായിട്ട് ചൂടാക്കരുത്, ആ ഒരു തണുപ്പൊന്ന് മാറുന്ന രീതിയിൽ ഒന്നെടുക്കുക. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ബാക്കി കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഈ ഒരു ബട്ടർ മിൽക്ക് റെഡിയായി വരും. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു അരപ്പിലേക്ക് 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml ഒരു കപ്പാണ്. അപ്പോൾ നമുക്ക് മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കൂടെ തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ, ഒരു നുള്ള് ഉപ്പ്, പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡറാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ചേർക്കുന്നത്. ഇത് ഡാർക്ക് കൊക്കോ പൗഡറാണ്, അപ്പോൾ കുറച്ച് ചേർത്താലും മതി. ലൈറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ചേർക്കാം. അപ്പോൾ ഇതോട് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. കാരണം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ബേക്കിംഗ് പൗഡറൊക്കെ എത്താനും അതുപോലെ തന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനും ഒക്കെ ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ആദ്യം നമുക്കിതൊന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് പതഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ആ പതഞ്ഞ് വരുന്ന സമയത്ത് വരെ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ലോ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കുറേശ്ശെ ഇട്ടിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇത്. ഇനി ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായ രീതിയിൽ വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ മുട്ട ചേർത്ത സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ബീറ്റ് ചെയ്യാം. അപ്പം ഈ ഒരു സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുകൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യണം. ഇനി ഓവർ ബീറ്റ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. മുട്ടയൊക്കെ ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു ബട്ടർ മിൽക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്ക് ആയതുകൊണ്ട് തന്നെ കളർ ആഡ് ചെയ്യണം. അപ്പം ഞാനിതിലേക്ക് ഒരു 1.25 ടീസ്പൂൺ ടൊമാറ്റോ റെഡാണ് ചേർക്കുന്നത്. 1.25 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കളറാണ്. കുറച്ചുകൂടി ജെൽ കളറൊക്കെ വാങ്ങുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറ് കിട്ടും. അതുപോലെ തന്നെ സൂപ്പർ റെഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു കളറുണ്ട്. അപ്പോൾ അതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ഇതിനേക്കാളും നല്ല കളറാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതോടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയിലേക്ക് നമുക്കിതെല്ലാം ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മൈദയുടെ മിക്സ് കുറേശ്ശെ മുട്ടയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതായത് ഞാൻ ബീറ്റ് ചെയ്ത് എടുക്കാനാണ്. തവിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇളക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ബീറ്റർ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഓവറായിട്ട് അടിക്കരുത്, ഓവറായിട്ട് ബീറ്റ് ചെയ്യരുത് മൈദയൊക്കെ ഇട്ടതിന് ശേഷം. അപ്പം കുറേശ്ശെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയുടെ മിക്സ് ഒക്കെ ഇട്ടിട്ട് ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബട്ടർ മിൽക്കിൻ്റെയും കളറിൻ്റെയും ആ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം.
ലാസ്റ്റിൽ ഞാനൊരു സ്പാച്ചുല വെച്ചിട്ട് ഇതേപോലെ ഒന്നുകൂടെ എല്ലാം കൂടെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് എടുക്കാനായിട്ടൊരു 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാകുമ്പം കേക്കിന് കുറച്ച് ഹൈറ്റ് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് 6 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ പാനിലാണ് വെക്കുന്നത്. മീഡിയം തീയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പാന്. അതിലേക്ക് നമുക്ക് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ചിട്ട് ഒരു 40 മിനിറ്റ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യത്തെ 10 മിനിറ്റ് മീഡിയം തീയിൽ തന്നെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു 40 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് റെഡിയാവും. 30 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് മുന്നേ കേക്കിൻ്റെ ലിഡ് തുറന്ന് നോക്കരുത്. തുറന്ന് നോക്കിയാൽ പിന്നെ അത് പൊങ്ങത്തില്ല, നടുഭാഗമൊക്കെ കുഴിഞ്ഞു പോകും. അപ്പോൾ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതൊരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. 40 മിനിറ്റ് ആയിട്ട് നമ്മളിത് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതേപോലെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുള്ള ഒരു കേക്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് കൂടിയാണ്. അപ്പം ഇത് നന്നായിട്ട് ഇതിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കമ്പിയോ എന്തെങ്കിലും സ്ക്യൂറിൽ വെച്ചൊന്ന് കുത്തി നോക്കുന്ന സമയത്ത് അതിനകത്ത് പറ്റി പിടിച്ചിട്ട് ഒന്നും ഇല്ല എങ്കിൽ, കമ്പിയിലൊന്നും പിടിച്ചിട്ടില്ല എങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ആറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് വിട്ട് കൊടുത്തിട്ട് ഇത് ഡിമോൾഡ് ചെയ്തെടുക്കണം. പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഈ കേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിലൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഇതേപോലെയുള്ള നല്ല പൊങ്ങി വരുന്ന കേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ റെഡ് വെൽവെറ്റ് കേക്ക് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്നതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും